Video tips part 2. In this video also ഞാനൊരു 6 പോയിന്റ്സ് നിങ്ങൾക്ക് പ്രസന്റ് ചെയ്യുന്നു. പാർട്ട് 1-ലെ ടിപ്സ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. യു മസ്റ്റ് ഹാവ് സീൻ ദോസ്. ഇനിയുള്ള 6 പോയിന്റ്സും ഇനി ഒരു 6 പോയിന്റ്സ് അടുത്ത വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് തരുന്നുണ്ട്. ഈ 18-19 പോയിന്റ്സ് നിങ്ങൾ ഓർത്തിരിക്കുകയാണെങ്കിൽ യു വിൽ ബി ഏബിൾ ടു മേക്ക് മച്ച് ബെറ്റർ വീഡിയോസ് ആൻഡ് യു വിൽ നോട്ട് ക്രിയേറ്റ് മിസ്റ്റേക്സ് ലൈക്ക് മീ. നമ്പർ 1, whenever you are shooting ഒരു ഫാസ്റ്റ് മൂവിങ് ആയിട്ടുള്ള ഒരു ഒബ്ജക്റ്റിനെ ഷൂട്ട് ചെയ്യുമ്പോൾ എപ്പോഴും ഹയർ ഫ്രെയിം റേറ്റ്, അതായത് 120 ഉണ്ടെന്നുണ്ടെങ്കിൽ 120 വെക്കുക, അല്ലെങ്കിൽ 60 ഫ്രെയിംസിൽ ഷൂട്ട് ചെയ്യുക. അങ്ങനെ ഷൂട്ട് ചെയ്ത ശേഷം പിന്നെ നിങ്ങൾക്ക് സ്ലോ ഡൗൺ ചെയ്യാനായിട്ട് ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ പോർഷൻ ഹൈലൈറ്റ് ചെയ്ത് സ്ലോ ഡൗൺ ചെയ്യാനായിട്ട് ഇറ്റ് ഈസ് വെരി ഈസി. പക്ഷേ യു മസ്റ്റ് കീപ്പ് ഇൻ മൈൻഡ് ദാറ്റ് എല്ലാ വീഡിയോസും 60 ഫ്രെയിംസ് പെർ സെക്കൻഡിൽ എടുക്കുന്നത് നല്ലതല്ല. യു ഷുഡ് ഷൂട്ട് ഇൻ 24 ഫ്രെയിംസ് പെർ സെക്കൻഡ്. അതായിരിക്കും ഏറ്റവും ബെസ്റ്റ്. അതാണ് സിനിമാറ്റിക് വീഡിയോ എന്ന് പറയുന്നത്. നമ്പർ 2, നമ്മുടെ ട്രാവലിംഗ് വീഡിയോസിലെ പല സമയങ്ങളിലും നമ്മൾ ലേക്കിൻ്റെ സൈഡിൽ കൂടെ പോകും, മിററിൻ്റെ സൈഡിൽ കൂടെ പോകും, അല്ലെന്നുണ്ടെങ്കിൽ ഈ സൺലൈറ്റിൻ്റെ റിഫ്ലക്ഷൻസ്, ഇങ്ങനെ ഈ വാട്ടറിൻ്റെ സൈഡിൽ കൂടെ പോകുമ്പോൾ ഉണ്ടാകുന്ന റിഫ്ലക്ഷൻസ്, അല്ലെന്നുണ്ടെങ്കിൽ ഈ സൺലൈറ്റ് കൊണ്ടുവരുന്നതായിട്ടുള്ള ഷാഡോസ്, ഇതൊന്നും ആക്ച്വലി നമുക്ക് മിസ് ചെയ്യാൻ പാടില്ല. നമ്മൾ എവിടെയാണ് നിൽക്കുന്നത്, എങ്ങോട്ടാണ് നോക്കുന്നതും സൺ എവിടെയാണെന്നുള്ളതൊക്കെ ഒരു ഫീലിംഗ് ആ വീഡിയോയിൽ നമുക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കും. എത്രയും നാച്ചുറൽ ആക്കുവാനായിട്ട് ശ്രമിക്കുക. ഈ എസ്പെഷ്യലി വാട്ടറിലുണ്ടാകുന്ന റിഫ്ലക്ഷൻസ് വീഡിയോയിൽ നിങ്ങൾ നന്നായി ചിത്രീകരിക്കുന്നെങ്കിൽ ഇറ്റ് വിൽ ഗീവ് എ മച്ച് ബ്യൂട്ടിഫുൾ വീഡിയോസ്. നമ്പർ 3, ഈ പല ലൊക്കേഷൻസിലും നിങ്ങളുടെ കൂടെയുള്ളവർ പലരോട് സംസാരിക്കും, അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആരോടെങ്കിലും ഇൻട്രാക്ട് ചെയ്യും, ഡ്രൈവറോട് ഇൻട്രാക്ട് ചെയ്യും. ആ ഏരിയയിലുള്ള ആൾക്കാരോട് ഇൻട്രാക്ട് ചെയ്യുന്നതായിട്ടുള്ള ഒരു ഇൻട്രാക്ഷൻസ്. But government not working with the Islamic law. Like Azerbaijan is a tolerant country. You can see church, you can see mosque, like another religion, but like friendly people, safety country, clean, like food is good, like everybody is happy from here. Now we are in the Highland Park. What's the mean Highland Park? This is the top side of the Baku, which is later from that park we can see nice view of the Baku city. നിങ്ങൾ വീഡിയോയിൽ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ എപ്പോഴും, അല്ലെങ്കിൽ ഒരു ഷോപ്പ് കീപ്പറുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുന്നതോ അല്ലെങ്കിൽ ഷോപ്പിൽ നടക്കുന്നതായിട്ടുള്ള ട്രാൻസാക്ഷൻസ് നിങ്ങൾ ക്യാപ്ചർ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവിടുത്തെ കൾച്ചറിനെ കുറിച്ചും അവിടുത്തെ വസ്ത്രധാരണത്തെക്കുറിച്ചും അവരുടെ ആർക്കിടെക്ചറിനെ കുറിച്ചും ഒക്കെ ഒരു ഐഡിയ ഈ നമ്മുടെ വീഡിയോയിലൂടെ കൊടുക്കാൻ സാധിക്കും. പക്ഷേ ഒരു കാര്യം, നമ്പർ 4 അതിൻ്റെ കൂടെ തന്നെ പറയേണ്ടതാണ്. എപ്പോഴും നമ്മൾ പ്രൈവസി ഷുഡ് ബി ഓണേഡ്. എവിടെയെങ്കിലും ഒരാളുടെയും പ്രൈവസി നഷ്ടപ്പെടുത്താതെ, അതുപോലെ ഒരു റൂളും ബ്രേക്ക് ചെയ്യാതെ ഈ വീഡിയോസൊക്കെ എടുക്കാനായിട്ട് ശ്രമിക്കണം. എന്തെങ്കിലും റെസ്ട്രിക്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരിക്കലും ആ വീഡിയോ എടുക്കാനായിട്ട് അല്ലെങ്കിൽ ലോ ബ്രേക്ക് ചെയ്യാനായിട്ട് ട്രൈ ചെയ്യരുത്. നമ്പർ 5, ഞാൻ നേരത്തെ എൻ്റെ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് എങ്ങനെയാണ് മൗണ്ടൻസിനെ ക്യാപ്ചർ ചെയ്യണം എന്നുള്ളത് ഡീറ്റെയിൽസ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ യു ഷുഡ് കീപ്പ് ഇൻ മൈൻഡ്, ഒരു മൗണ്ടൻ്റെയൊക്കെ ഫോട്ടോ എടുക്കുമ്പോൾ, അതായത് ഇറ്റ്സ് വെരി ജൈജാൻറ്റിക് ആയിട്ടുള്ള മൗണ്ടൻസിൻ്റെയൊക്കെ ഒരു ഫോട്ടോ എടുക്കുമ്പോൾ, ഒരു വീഡിയോ എടുക്കുന്ന സമയത്ത് ഇത് കാഴ്ചക്കാരിൽ ഒരു നല്ല ഫീലിംഗ് ഉളവാക്കുവാനായിട്ട് ഞാൻ മുമ്പേ പറഞ്ഞ പോലെ ഒരു ഫ്രണ്ട് എലിമെൻ്റ് വെക്കുക, അല്ലെങ്കിൽ ഒരു മിഡിൽ എലിമെൻ്റ് വെക്കുക. 3 ഷോട്ട്സ് എടുക്കുന്നത് നല്ലതായിരിക്കും. അതായത് ഒരു ലോങ് വൈഡ് ആംഗിൾ ഷോട്ട്, ഒരു മിഡിൽ ഷോട്ട്, പിന്നെ ഒരു ക്ലോസപ്പ് ഷോട്ട്. ഇതിലൊക്കെ നമ്മുടെ ക്യാമറ മൂവ്മെൻറ്റ്സിനകത്തുണ്ടെന്നുണ്ടെങ്കിൽ ഒരു ഫ്രണ്ട് എലിമെൻറ്റോ അല്ലെങ്കിൽ ഒരു മിഡിൽ എലിമെൻറ്റോ ഒക്കെ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ ഈ മൗണ്ടൻ്റെ സൈസ് ഡിഫറൻസ് മനസ്സിലാക്കുവാൻ ഈസി ആയിട്ട് സാധിക്കും. ഒരു മനുഷ്യൻ നിൽക്കുക, ആ മനുഷ്യനെ അതിൽ ഉൾപ്പെടുത്തിയിട്ട് മൗണ്ടനെ ഉൾപ്പെടുത്തുകയാണെങ്കിൽ ആ മനുഷ്യൻ്റെ ഹൈറ്റും മൗണ്ടൻ്റെ ഹൈറ്റും തമ്മിലുള്ള ഡിഫറൻസ് ഒരു കാഴ്ചക്കാരിൽ വേഗം എത്തിക്കുവാൻ നമുക്ക് അങ്ങനെ സാധിക്കും. നമ്പർ 6, ഇത് ഞാൻ അനുഭവിച്ചതായിട്ടുള്ള ഒരു മിസ്റ്റേക്കാണ്. അതായത് വലിയ കാസിൽസ് ഒക്കെ കാണുമ്പോൾ നമ്മളുടെ ക്യാമറയിൽ ആ ഫോട്ടോ അതിൻ്റെ ആ ജൈജാൻറ്റിസിറ്റി അല്ലെന്നുണ്ടെങ്കിൽ അതിൻ്റെ ആ വലിപ്പത്തിൽ നമുക്ക് ഒരു വീഡിയോ എടുക്കാൻ സാധിക്കുകയില്ല. അത് ആ രീതിയിൽ തന്നെ നമുക്കൊരു വീഡിയോ എടുത്ത് കാഴ്ചക്കാരിലേക്ക് കൊണ്ടുവരാൻ വലിയ പ്രയാസമാണ്. അപ്പോൾ നമുക്ക് ചെയ്യാവുന്നതായിട്ടുള്ള ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് ടേക്ക് എ ഹൈപ്പർ ലാപ്സ്.
ഈ ടൈം ലാപ്സിൽ വെച്ചിട്ട് തന്നെ നമ്മൾ മൂവ് ചെയ്യുന്ന ഒരു പർട്ടിക്കുലർ ആംഗിൾ ക്യാമറ വെച്ചിട്ട് അതിൻ്റെ ചുറ്റും നടന്ന് ഒരു ഹൈപ്പർ ലാപ്സിലൂടെ കംപ്ലീറ്റ് ആയിട്ട് ആ മാൻഷൻ കവർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വി ഗെറ്റ് എ വെരി ഗുഡ് ഷോർട്ട് വീഡിയോ ഗിവിങ് എ കംപ്ലീറ്റ് പിക്ചർ ഓഫ് ദറ്റ് മാൻഷൻ ഓർ എ കാസിൽ. അങ്ങനെയുള്ള ചുറ്റും നടന്ന് എടുക്കാൻ സൗകര്യമുള്ളിടത്ത് ഹൈപ്പർ ലാപ്സിലൂടെ എടുക്കുക. അല്ലെന്നുണ്ടെങ്കിൽ ഫ്രണ്ടിലേക്ക് മാത്രം നടക്കുവാൻ പറ്റുന്ന സിറ്റുവേഷൻസ് ആണെന്നുണ്ടെങ്കിൽ ചെറിയ ചെറിയ സ്റ്റെപ്സ് വെച്ചിട്ട് ടൈം ലാപ്സിലൂടെ അത് ക്യാപ്ചർ ചെയ്യാൻ ശ്രമിക്കുക. സോ റിമെമ്പർ ഓൾ ദി 6 points and then see my next video for the another 7 points, and all this will help you to make you a good photographer.